പക്ഷെ അബിൻ വർക്കി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാ ബൂത്തിലും ഉണ്ട്, എല്ലാ പാർട്ടികൾക്കും ബൂത്ത് ഏജന്റുമാരുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. ബൂത്ത് ഏജന്റുമാർക്ക് ജനുവിനല്ലാത്ത വോട്ടുകൾ മനസ്സിലാക്കി ചലഞ്ച് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ എങ്ങനെ അവർ വ്യാജമായി ഇനി പട്ടികയിൽ പേരുണ്ടെങ്കിലും വോട്ട് ചെയ്യും എന്നാണ് BJP പ്രതിനിധി ചോദിച്ചത്. അഭിലാഷ്, അതാണ് ഞാൻ ആദ്യം ഇതിനകത്ത് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശത്തൊക്കെ ഒരു ഡബിൾ വോട്ട് വന്നാലോ ഒരു കള്ള വോട്ട് വന്നാലോ അതൊക്കെ പിടികൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ആ ഗ്രാമപ്രദേശത്തെ ആളുകളെ മുഴുവൻ, വീട്ടുകാരെ മുഴുവൻ, വീട്ടുപേര് മുഴുവൻ നമുക്കൊക്കെ വ്യക്തമായിട്ട് വ്യക്തിപരമായി അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ബൂത്തിലിരിക്കുന്ന ആളുകൾക്ക് അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പ്രസന്ന എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ അവരറിയാതെ 9 വോട്ടുകൾ ചേർത്തു. ആ 9 വോട്ടുകൾ സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തു. കാരണം ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ 9 വോട്ടുകൾ പരാതി കൊടുത്തു. അവർ വോട്ട് ചെയ്യാൻ വന്നില്ല. പക്ഷേ തൃശ്ശൂർ നഗരത്തിലെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ എല്ലായിടത്തും അത് നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഇമ്പോസിബിൾ ആണ്, നമുക്കത് സാധിക്കുകയുമില്ല. നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പരാതികൾ കൊടുത്തു. ഇനി പരാതി കൊടുത്തപ്പോഴുണ്ടായ അന്നത്തെ ജില്ലാ കളക്ടറുടെ സമീപനം എന്തായിരുന്നു? ഈ പരാതി മുഴുവൻ കൊടുത്തപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് അവസാനവട്ട വോട്ടർ ലിസ്റ്റിലാണ്, ഫൈനൽ വോട്ടർ ലിസ്റ്റിലാണ് അവർ വന്നത്, അതുകൊണ്ട് അവർ വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു ജില്ലാ കളക്ടറുടെ നിലപാട്. ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ രേഖാമൂലം തന്നെ, ശ്രീ TN പ്രതാപനും ശ്രീ A മുരളീധരനും അടക്കമുള്ളവർ രേഖാമൂലം തന്നെ പരാതി കൊടുത്തു. ഞങ്ങൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 119 പരാതി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ജില്ലാ കളക്ടർ എടുത്ത നിലപാട് അവസാനവട്ട വോട്ടർ ലിസ്റ്റിൽ വന്നു, ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ അവസാനവട്ട വോട്ടർ ലിസ്റ്റിലാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ വന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച വിഷയം. അപ്പോൾ അത് പറയുമ്പോൾ ഇവിടെ BJP-കാരൻ പറയുന്നത് ഞങ്ങൾ മറ്റു മണ്ഡലത്തിൽ നിന്ന് എന്താണ് കൊണ്ടുവന്ന്, പാലത്തൂരിൽ നിന്ന് ഇവരുടെ ഒരു പ്രവർത്തകനെ, RSS-കാരനായ ഷാജി, അദ്ദേഹം വന്നു പോയ വിവരമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ ഇത് ഏതെങ്കിലും 1-2 വ്യക്തികളെ സംബന്ധിച്ചല്ല തൃശ്ശൂരിലെ പ്രശ്നം. നമുക്കറിയാം മധ്യ കേരളത്തിലെ കനത്ത മൈഗ്രേഷൻ, ആ മൈഗ്രേഷൻ ഇടയിലാണ് 2019 61,000 പുതിയ വോട്ടുകൾ മാത്രമാണ് 2019 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആഡ് ചെയ്തത്. പക്ഷെ പൊടുന്നനെ ഇത്ര വലിയ മൈഗ്രേഷൻ ഉണ്ടാകുന്ന മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രം 1,46,000 പുതിയ വോട്ടുകൾ 2024 വന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ദുരൂഹമാണ്. ആ ദുരൂഹതയുടെ പിന്നാമ്പറം അന്വേഷിക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിക്കുന്ന ആരോപണവും ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ട് അഡീഷനും തമ്മിൽ മാച്ചാവുന്നു. പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പറ്റി പറഞ്ഞു. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഏത് ആരോപണമാണ് തെറ്റാണ് എന്ന് വസ്തുതാപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്? ഒരു ഒറ്റമുറി വീട്ടിൽ 80 പേർ താമസിച്ചത് തെറ്റാണെന്ന് ഇതേവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ഏതാണ്ട് 4,000-ഓളം വോട്ടുകളിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ABCDEFG ആയിരുന്നു എന്നുള്ളതിൽ തെറ്റാണ് എന്ന് ഇതേവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ഹൗസ് നമ്പർ 0 ആയിട്ടുള്ള അനേകായിരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പല മണ്ഡലത്തിലും, അതായത് 3 സംസ്ഥാനത്ത് വോട്ടുണ്ടായിരുന്ന വ്യക്തി കർണാടകയിൽ മഹാദേവപുരയിൽ വോട്ട് ചെയ്തു എന്നുള്ള ആരോപണത്തിൽ വ്യക്തമായ മറുപടി ഇതേവരെ പറയാൻ സാധിച്ചിട്ടില്ല. എപ്പോൾ അവർ പറയുകയാണ് അപ്പോഴെന്താണ് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്തതെന്ന്? രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാതെ തന്നെ അവർ 2 കാര്യത്തിൽ മറുപടി പറഞ്ഞു. ഒന്ന്, UP ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു. 2, കർണാടക ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു. എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണവും നടത്തുന്നില്ല. ഇത് വളരെ കൃത്യമാണ്. ഇത് കോൺഗ്രസിന്റെ മാത്രം പോരാട്ടമല്ല അഭിലാഷേ. ഇത് ഞാനും അഭിലാഷും ഈ നാട്ടിൽ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും രാവിലെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഒരു വോട്ടിംഗ് റൈറ്റ് നിർവഹിക്കുമ്പോൾ ആ അവകാശം, അവന്റെ റൈറ്റ് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതിനകത്ത് BJP-യും മറ്റ് പാർട്ടികളും, ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ? ഈ ഭരണഘടനാ സ്ഥാപനം തന്നെ ഇവിടെ ഒളിച്ചുകളി നടത്തുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് തൃശ്ശൂർ ഈ ഫോക്കസ് പോയിന്റിലേക്ക് വരുന്നത്? ഇവർ പറഞ്ഞ A ക്ലാസ് മണ്ഡലം, ഇവർ പറഞ്ഞ അനധികൃതമായി ദുരൂഹമായ വോട്ട് ചേർക്കൽ നടന്ന മണ്ഡലം, അന്നേ ആരോപണമുള്ള മണ്ഡലം, നമുക്കൊരു കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തന്നെ ഇത്രയധികം വോട്ടുകൾ ഒരു കാരണവശാലും ചേരാൻ ഇടയില്ലാത്ത മണ്ഡലം. പിന്നെ നമുക്കറിയാലോ അഭിലാഷ്, ഇവർ എത്ര പ്രവർത്തിക്കാൻ പോയി എന്ന് പറഞ്ഞാലും എറണാകുളം ജില്ലയിലെ RSSന്റെ പ്രവർത്തകരെയൊക്കെ കുറെ അധികം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അവർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വോട്ട് ചെയ്യാതെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാര്യം അറിയാം. ആലത്തൂരിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇതൊക്കെ പ്രാദേശികമായി നിൽക്കുന്ന
രാഷ്ട്രീയ പ്രവർത്തകർ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് ഇത്രമേൽ ബൾക്കായി വന്നത് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഈ കേരളത്തിലടക്കം ഈ രാജ്യത്ത് തന്നെ ചർച്ചയായത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അദ്ദേഹം മറ്റാളുകൾ ഇപ്പോ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്കും ഭാര്യയ്ക്കും 10 കിലോമീറ്റർ ചുറ്റളവിൽ 2 വീടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് സ്വന്തം വീടും ഒന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വീടും. എൽദോസ് കുന്നപ്പള്ളി 2016 തൊട്ട് അവിടുത്തെ MLA ആണ്. അദ്ദേഹം അവിടെ പുതിയ വീട് വെച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇവിടെ പുതിയ വീട്ടിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ആ പേര് ചേർത്തപ്പോൾ മറ്റേ വോട്ടർ പട്ടികയിലുള്ള പേര് ഡിലീഷനുള്ള അപേക്ഷയും കൊടുത്തു. ഈ അപേക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് കണ്ടിട്ടാണ് പിന്നെ BJP പോലും പരാതിക്ക് പോകാതിരുന്നത്. പിന്നെ അതുമാത്രമല്ല, അത് അന്ന് വന്നത് എങ്ങനെയാണ്? ശ്രീ രമേശ് ചെന്നിത്തല അന്ന് ഡ്യുവൽ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഡബിൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികളും ഹൈക്കോടതിയിൽ തന്നെ കേസുമായി മുന്നോട്ട് പോയി. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഡബിൾ വോട്ടിംഗ് കുറെ അധികം ഡിലീഷൻ സംഭവിച്ചത്. അപ്പോൾ ഏതെങ്കിലും 1-2 ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, മറിച്ച് തൃശ്ശൂരിൽ നടന്നതും ഇന്ത്യയിൽ പല മണ്ഡലങ്ങളിൽ നടന്നതും അത് സംഘടിതമായ വോട്ട് ഡബിളിങ്ങും വോട്ട് അട്ടിമറിയും ജനാധിപത്യ അട്ടിമറിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം.